ഈ സംഭവം സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഞാനൊക്കെ ഈ ആഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് 1975 തൊട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണയിലെ CPM ഓഫീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവം പെരിന്തൽമണ്ണയിൽ ഇല്ല. ഒരു പാർട്ടി ഓഫീസും മറ്റൊരു പാർട്ടിക്കാർ കയ്യേറുന്നതോ അക്രമം നടത്തുന്നതോ, ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അത്ര ശക്തമാണ് പെരിന്തൽമണ്ണയിൽ. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പൊതുബന്ധം, ജനാധിപത്യപരമായ ബന്ധം. അപ്പോൾ ഈ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. ഞാനൊക്കെ ഈ വാർത്ത അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് മറച്ചു വെച്ചാണ് പെരിന്തൽമണ്ണ MLA ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഇവിടെ ഉണ്ടായ ആക്രമണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ വസ്തുതകൾ മറച്ചു വെക്കാൻ ഒരു ജനപ്രതിനിധിക്ക്, അതും പെരിന്തൽമണ്ണയിലെ ഒരു MLAക്ക് കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ രണ്ടും അംഗീകരിച്ചിട്ടുണ്ട്. രണ്ട് സംഭവം നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു ഫലമാണ് പെരിന്തൽമണ്ണയിൽ നടന്ന പ്രകടനം. അതിനെന്തിനാ മറച്ചു വെക്കുന്നത്? മുസ്ലിം ലീഗ് പ്രവർത്തകരല്ലെങ്കിൽ അല്ല എന്ന് പറയട്ടെ. അവിടെ ആ യോഗം കഴിഞ്ഞ് വരുന്നവരെ ഞങ്ങൾ കണ്ടതാണ്. ഇവിടെ ഒരു അതിഥി തൊഴിലാളി ഉണ്ടായിരുന്നു ഈ താഴെ. അയാളുടെ തോളത്തുകൂടെ ഒരു കല്ല് വീണ്. അയാൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് ഇത് അനുഭവമേ ഇല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനെ യഥാർത്ഥത്തിലൊരു സ്ഥലം MLA അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ കത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്.